അതെ, നാളെ ഫ്രീ ആണോ? ഒന്ന് മീറ്റ് ചെയ്താലോ? ഹലോ പപ്പായേ, ആടി. എനിക്കില്ലേ ഒരു പയ്യനെ ഇഷ്ടാ. ഓ, അന്നൊന്നും പയ്യനാണോ? അല്ല, അവനല്ല, ഇതെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാ. എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് വാങ്ങിച്ചു കൊടുക്കും പപ്പ? അത് കുഴപ്പമില്ലടി, നിനക്ക് ഇഷ്ടമുള്ള എടുത്തു കൊടുത്താൽ മതി. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മെമ്മറബിൾ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും പിന്നീട് അത് കാണുമ്പോഴും അല്ലെ നിങ്ങൾക്കൊരു ഒരു മെമ്മറബിൾ ആയിരിക്കണം അത്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ഞാനോട് സെർച്ച് ചെയ്യാം, ഓൺലൈനൊക്കെ ഞാൻ സെർച്ച് ചെയ്തോളാം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ മോളെ, അവിടെ സെക്കൻഡ് സീറ്റ് ഉണ്ട്. അവിടെ ഫ്ലവർ ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കിയേ, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഹലോ പപ്പായേ. അതെ, ഞാനും ഓൺലൈനൊക്കെ നോക്കുമായിരുന്നു. നീ പിന്നെ ആ സ്ട്രീറ്റിലൊന്നും പോയി നോക്കത്തില്ലായിരുന്നോ? പിന്നെ വേറൊരു കാര്യം, ടെഡി ബിയർ ഒന്നും മേടിക്കരുത്. ആ മോളെ, ഗിഫ്റ്റ് കിട്ടിയോ? എടാ കെവിൻ, നിനക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷെ എന്റെ സാലറി വന്നപ്പോ നിനക്ക് ഇത് വാങ്ങിച്ചു തരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ നീ ഒരു മെസ്സി ഫാൻ എന്ന് അറിയുന്നോണ്ട് നിനക്ക്. എലി, എനിക്ക് ഒരുപാട് ബെസ്റ്റീസും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നു. താങ്ക്സ്. നിനക്ക് ഇഷ്ടമായില്ല, അത് മതി എനിക്ക്. ചില മൊമെന്റ്സ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നത് ആ മൊമെന്റ് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുമ്പോഴാ. അവളെനിക്ക് തന്ന ആദ്യത്തെ ഗിഫ്റ്റ്, എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റ്. ഒരാൾ നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ ശരിക്കും നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആരൊക്കെയോ ഉള്ളൊരു ഫീലാ.